നമ്മുടെ കോഴിക്കോട് ഡ്രസ്സിൻ്റെ ഇത്രയും വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു പുറകിലാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ. ഒരുപാട് താത്തമാർ, അതും അങ്ങ് വയനാട് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് സാധനം എടുത്തു പോകുന്നുണ്ട്. കാരണം ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ. അവരവിടെ കടകൾ നടത്തുകയാണ്. ഒരുപാട് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഹോൾസെയിലായിട്ട് ഡ്രസ്സ് എടുക്കാൻ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കെയർ ഓഫിൽ നിങ്ങൾക്ക് റീറ്റെയിലും എടുക്കാൻ പറ്റും. അല്ലാതെ ഇവിടുന്ന് ഹോൾസെയിൽ മാത്രമാണ് കിട്ടുന്നത്. ഇനി ഹോൾസെയിൽ ഡ്രസ്സിന് വേണ്ടിയിട്ട് അങ്ങ് ഗുജറാത്തിലോ കൊച്ചിയിലോ ഒന്നും പോകണ്ട കേട്ടോ. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇതൊരു മൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ അന്ന് ലോഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടകളിലൊക്കെ നല്ല തിരക്കും ഉണ്ട്. ആൾക്കാർ പുതിയ ഐറ്റം വാങ്ങിക്കാനും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2-3 ഫ്ലോറിലായിട്ടാണ് വരുന്നത്. 2-3 ബിൽഡിങ്ങുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തുകൊണ്ടും വെർത്ത് തന്നെയാണ്. കാരണം നമ്മൾ അധികം ദൂരം പോവുകയും വേണ്ട. നമുക്ക് ഇവിടുന്ന് ഇവരോട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിപ്പം ലേഡീസ് വെയർ ആയിക്കോട്ടെ, ജെൻസ് വെയർ ആയിക്കോട്ടെ, ഏതുമാവാം. ഇത്രയേറെ കളക്ഷൻ്റെ അകത്തുനിന്ന് തപ്പിയെടുക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് വരുന്നത്. ഇവിടേക്ക് എത്തിപ്പെടാനാണെങ്കിലോ ഒട്ടും ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് പുറകിലാണ് ഈ ഒരു ബിൽഡിങ് വരുന്നത്. ശരിക്കും ഇവിടെ വന്നാലാണ് നമുക്ക് നമ്മുടെ സാധാ കടകളിൽ ഇവർ എത്ര രൂപ കൂട്ടിയിട്ടാണ് വിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ബുട്ടിക്കുകളും അല്ലാതെ കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ദൂരെ പോകുന്നതിൻ്റെ മുന്നേ ഈ കടകളിലും കൂടെ ഒന്ന് പോയി നോക്കിക്കോ. മൺഡേ ആണ് ഇവിടെ സ്റ്റോക്ക് എടുക്കുന്നതെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞാനും പോയിട്ടുണ്ടായിരുന്നത് മൺഡേ ആണ്. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്കും തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ. ഈ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറിലൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഈ ഒരു സാധനങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം വിട്ടാൽ മതി. ഇതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലും ഇതേപോലെ മാക്സികൾ, ചുരിദാറുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് നിങ്ങൾ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ദൂരേന്ന് വരുന്ന ആൾക്കാരാണ്, അഥവാ ട്രെയിനിന് വരുന്നവരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഉണ്ടാകും. അവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. സെഞ്ച്വറി ബിൽഡിംഗ് എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ലോങ്ങിലേക്കുള്ള ബസ്സുകൾ, കണ്ണൂർ കാസർഗോഡ് ബസ്സുകൾ, അല്ലെങ്കിൽ മലപ്പുറം സൈഡ് ആണെങ്കിൽ അങ്ങനെ ലോങ് ബസ്സുകളും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു 300 മീറ്ററിൻ്റെ മേലെയാണ് നമ്മുടെ KSRTC സ്റ്റാൻഡും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ വളരെ എളുപ്പമാണ് കേട്ടോ. മൺഡേ പോകുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാകുമ്പോൾ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. കാരണം അന്നാണ് ഇവിടെ സ്റ്റോക്ക് എടുക്കുന്നത്. പക്ഷെ നല്ല റഷും കാര്യങ്ങളായിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കോമപ്പാസ് വരുന്നത്. തൊട്ട് പുറകിലുള്ള ബിൽഡിംഗ് ആണ്. അവിടെയും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ രണ്ടിടത്തും കയറി നോക്കിയിട്ട് റേറ്റ് ഏതാ ഓക്കെ ആണെന്നുള്ളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. കോമപ്പാസിലൊരിക്കൽ ഞങ്ങൾ വിളിച്ചു നോക്കിയ സമയത്ത് മിനിമം 10,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ എങ്ങാണ്ട് പർച്ചേസ് ചെയ്യണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കേട്ടറിവ് മാത്രമാണ് കേട്ടോ, നേരിട്ട് കയറി ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് അതിൻ്റെ താഴത്തെ ഫ്ലോറിലുള്ളതാണേ. ഒരുപാട് ഇതിനെന്താ പേര് പറയുക, നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു സാധനം, അതിൻ്റെ പേര് എന്നോട് മറന്നു. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കട അല്ലെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനായിട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. മാക്സിയുടെ ഒക്കെ ഒരുപാട് ബണ്ടിൽ ഇവിടെ ഉണ്ട്. ഒരുപാട് അമ്മമാരൊക്കെ ഇവിടെ വന്നിട്ട് മാക്സി എടുക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റ് കുറവിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, റീസെയിൽ ചെയ്യാൻ പറ്റും. ഇത് 2 പീസിൻ്റെ സെറ്റ് ഉണ്ട്, മാക്സി ഉണ്ട്. അപ്പോൾ ചുമ്മാ കയറി ഞാനും ചോദിച്ചിട്ടോ. 10 പീസോ 5 പീസോ അങ്ങനെ എങ്ങാണ്ട് എടുക്കണം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ വരുന്നത്. നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ കുറ്റ്യാടി ബസ്സൊക്കെ നിർത്തുന്നതിൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും കയറണം. നിങ്ങൾക്ക് അറിയുന്ന ആളുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഇവിടുന്ന് ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനത്തെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് അടുത്തൊരു ഡ്രസ്സിൻ്റെ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് മറ്റെവിടെയല്ല കേട്ടോ, നമ്മുടെ SM സ്ട്രീറ്റിലാണേ. നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നവും കാര്യമില്ല. നേരെ വിടാം നമ്മുടെ SM സ്ട്രീറ്റിലേക്ക്. SM സ്ട്രീറ്റിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് നേരെ നടന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ്. നിങ്ങൾ ഏത് വഴി വരികയാണെങ്കിലും മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു 200 മീറ്റർ നടന്നിട്ട് റൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടേ. അപ്പോൾ ഞാൻ ഇവിടേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു കട അറിയായിരിക്കും. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കടയാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഒരു 200 മീറ്റർ ഞാൻ നടന്നിട്ട് വലത്തോട്ടേക്ക് ആദ്യത്തെ റൈറ്റിലേക്കാണ് കയറുന്നത്. അവിടെ നിന്ന് വീണ്ടും ഒരു 50 മീറ്റർ ഉണ്ടോ 100 മീറ്റർ ഉണ്ടോ, എനിക്ക് മീറ്ററിൻ്റെ കണക്ക് വലിയ ഇങ്ങനെ അറിയില്ല കേട്ടോ.
ഈ ഒരു റോഡിലേക്കാണ് നടക്കേണ്ടത്. ഉച്ച സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കില്ലാത്തത്. ഇല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അങ്ങനെ നേരെ പിടിച്ചങ്ങോട്ട് നടക്കുക കേട്ടോ. ഇവിടെ വന്നാൽ നിങ്ങൾ ഒരിക്കലും പിന്നെന്താണ് വേറെ കടകളിൽ കയറൂല. അപ്പോൾ അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്ന് വീണ്ടും റൈറ്റിലേക്ക്. സംഭവം 1 കിലോ ഡ്രസ്സ് വെറും 898 രൂപ. ഈ ഒരു ബോർഡ് ഇവിടെ എത്തി നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാവും. വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇത് ലേഡീസ് ഓൺലി ആണ്. സോ ജെൻസ് വന്നിട്ട് കാര്യമില്ല. കടയുടെ പേര് കോസ് തന്നെയാണോ പറയുന്നറിയില്ല. ഇതാണ് ബോർഡ് COS. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഒരു സ്റ്റെയർ കേസിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർപ്ലസിൻ്റെ ഒരു കടയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു വെയ്റ്റ്ലെസ് ജീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളി ഫിറ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് ഭാഗ്യം വേണം. വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല, ഒരുപാട് തിരഞ്ഞു പിടിക്കേണ്ടി വരും. ജീൻസ്, ഷോർട്ട് കുർത്തീസ്, ക്രോപ്പ് ടോപ്പുകൾ, അങ്ങനെ കൊറിയൻ പാൻറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവർ ഫ്രൈഡേ ആണ് സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ സാറ്റർഡേ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും. ഇല്ലേ ആൾക്കാർ തിരഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. തപ്പിപ്പിടിക്കാൻ ക്ഷമയുള്ള ആൾക്കാർ മാത്രം പോയാൽ മതി. അതിപ്പോൾ നിങ്ങൾ 1 കിലോ ഡ്രസ്സ് മാത്രമായിട്ട് വാങ്ങണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ആണെങ്കിൽ 2 വാങ്ങിയാൽ മതി. അതെത്രയാണോ എന്ന് നോക്കിയിട്ട് വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു റേറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെയും ഭാഗ്യത്തിന് വലിയ തിരക്കില്ല. ഞാൻ ആക്ച്വലി പോയത് എനിക്കൊരു ബ്ലാക്ക് പാൻറ്റ് വേണമായിരുന്നു, പക്ഷെ സംഭവം അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ കണ്ണ് അധികം വെക്കാത്തതായിരിക്കും ബെറ്റർ, കാരണം ഞാൻ വാങ്ങിയിട്ടേ വരാറുള്ളൂ. അതുകൊണ്ട് അധികം നിന്നില്ല, വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എങ്ങനെയാ, ഒന്ന് പോയി നോക്കുകയല്ലേ. മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് കാണാം. ഇവിടെ ജെൻസിൻ്റെ ഷർട്ടാണ് വിൽക്കുന്നത്. തിരഞ്ഞെടുക്കാൻ സമയമുള്ള ആൾക്കാർ മാത്രം കയറിയാൽ മതി. 200-300 തൊട്ടൊക്കെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന അതേ ഷർട്ടാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ തിരഞ്ഞു പിടിക്കാൻ സമയമുള്ള ആൾക്കാർ മാത്രം പോയാൽ മതി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇങ്ങനെ ഒരു കൊടയുടെ കീഴിൽ ആൾക്കാർ സാധനങ്ങൾ വിൽക്കുന്നത്. ഇവിടെ കുർത്തയൊക്കെ ഉണ്ട് കേട്ടോ. ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള കുർത്തയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നൈറ്റ് വെയർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ്, കൊറിയൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രം. 200-300 ഇവിടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ബിസിയുള്ളൊരു ദിവസം പോയാൽ ഇവിടെ റഷും ആയിരിക്കും. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഇങ്ങനൊരു സ്പെക്സ് തൂക്കിയിട്ടത് കാണുന്നത്. അപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വെയിലത്ത് സൺഗ്ലാസ്സിന് തപ്പി നടക്കുന്നവരുണ്ട്, ഇവിടെ കയറിയാൽ മതി. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. കടയുടെ പേര് ആക്ച്വലി മറന്നുപോയി, പക്ഷെ നമ്മുടെ SM സ്ട്രീറ്റിലെ ആദ്യത്തെ സ്പെക്സിൻ്റെ കടയാണ് റൈറ്റ് സൈഡിലെ. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ജീൻസ് സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 300 രൂപയാണ് വരുന്നത്, അതും തപ്പിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ SM സ്ട്രീറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുള്ള ജെൻസിൻ്റെ സർപ്ലസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു കടയിലുള്ളത്. ഇവിടെയും ജീൻസ് ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം പോയാൽ മതി. കാരണം ഇവിടെ AC ഒന്നും ഇട്ടിട്ട് ഒട്ടും എഫക്റ്റ് ആവുന്നില്ല. ഇങ്ങനൊരു എൻട്രൻസ് ആണ് ഇവിടെ വരുന്നത്. കടയുടെ പേര് X2 എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ചെറിയൊരു ഇടുങ്ങിയ വഴി മുന്നോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കാർഡ് കിട്ടിയപ്പോൾ ഇവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫാമിലി പേര് പോലെ തന്നെ ഈ ഒരു കടയിൽ ഡ്രസ്സും ചപ്പലും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ SM സ്ട്രീറ്റിൽ ഒരു തിയേറ്ററുള്ള കാര്യം നിങ്ങൾക്കറിയോ? രാധാ തിയേറ്റർ. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കടയുള്ളത്. ആര്യഭവനൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ്. ഇനി പോകുന്നവർ ഇവിടെയും കൂടെ ഒന്ന് കയറിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തപ്പിപ്പിടിച്ച് പോകുന്നത് നമ്മുടെ ചൈന മാർക്കറ്റിലാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ അങ്ങനെ ഒരു മാർക്കറ്റുള്ള കാര്യം നിങ്ങൾക്കറിയോ? കാരണം ഇവിടെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വളരെ റേറ്റ് കുറവ്, 5 രൂപ തൊട്ടാണ് സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ബാഗിൻ്റെ കളക്ഷനാണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് പാർട്ടി വെയർ ബാഗ് ഉണ്ട്, അതല്ല ട്രാവൽ ബാഗ് നോക്കുന്നവരാണെങ്കിൽ അതുമുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു ശനിയാഴ്ച ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, നല്ല റഷ് ഉണ്ട്. പോരാത്തതിന് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ട്രാവൽ ബാഗാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു ബാഗിൻ്റെ കളക്ഷൻസിൽ ഒന്ന് നോക്കിക്കോ. 300 രൂപയാണ് ഏതൊരു ബാഗിനും വരുന്നത്. നമ്മുടെ വലിയ കടകളിലൊക്കെ മിനിമം 600 അല്ലെ അതിൻ്റെ മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബാഗുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ മറക്കാതെ കയറിക്കോ നമ്മുടെ ചൈന മാർക്കറ്റിൽ. ഈ ഒരു വൈറ്റിലുള്ള ബാഗൊക്കെ കാണാൻ അടിപൊളിയാണ് അല്ലേ? ആക്ച്വലി എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള ഐറ്റം ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ. ബാഗ് മാത്രമല്ലേ, ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് ഫാൻസി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഈ ഒരു ചൈന മാർക്കറ്റിലുണ്ട്.
അപ്പോൾ ഇനി പോകുന്നവരാരും മറക്കാതെ കയറിക്കോ, കാരണം ഇവിടെ കയറിയ ഒരു ഐറ്റം പോലും വാങ്ങാതെ ആരും തിരിച്ചിറങ്ങൂല. ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് കാര്യങ്ങളുണ്ട്, ഫാൻസീൻ്റെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ SM സ്ട്രീറ്റിൽ ഏതെടുത്താലും 30 രൂപ എന്നിട്ടുള്ളൊരു കടയുണ്ട്. അവിടെ ആദ്യത്തെ കടയിൽ കയറാൻ നോക്കുമ്പോൾ അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്. പക്ഷേ ഇത് കൂടാതെ വേറൊരു കടയുണ്ട്, അവിടെ നിന്നാണ് പിന്നെ ഞാൻ സാധനം വാങ്ങിയിട്ടുള്ളത്. പോകുന്ന വഴി ഇങ്ങനൊരു ഷെഡിൽ ജെൻസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഷർട്ട്, പാൻറ്റ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ കട കാലിയാക്കുന്ന ഒരു ഇതുണ്ട്. ഇവിടെ 5% തൊട്ട് 30% തന്നെ വീട്ടിലേക്കുള്ള സാധനത്തിൻ്റെ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേണ്ടവർ അവിടെയും കൂടെ കയറിയാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൺഡേ മാൾ വരുന്നത്. ആദ്യം ഈ ഒരു പേര് കേട്ടപ്പോൾ ഞാനും കരുത് സൺഡേ മാത്രമേ ഇത് ഉണ്ടാവുന്ന, പക്ഷേ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. നമ്മുടെ ചൈന മാർക്കറ്റ് പോലെ തന്നെ വിലക്കുറവിൽ നിങ്ങൾക്ക് എല്ലാം ഇവിടുന്ന് വാങ്ങിക്കാം. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചൈന മാർക്കറ്റിൽ ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഡ്രസ്സ് ഉണ്ട്, ഫാൻസി ഉണ്ട്, ചപ്പലുണ്ട്, ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. കമ്മലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കടകളിലൊക്കെ നല്ല തിരക്കുണ്ട്. കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ സാധനങ്ങൾ തപ്പിപ്പിടിച്ച് വാങ്ങിയാൽ മതി കേട്ടോ. നമ്മുടെ വലിയ കടകളിലൊക്കെ ഒരുപാട് റേറ്റിന് വെക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിപ്പം കമ്മലായാലും മാലയായാലും അതല്ലാത്ത ഫാൻസി ഐറ്റംസ് എന്ത് തന്നെയായാലും എവിടെ പോവുകയാണെങ്കിലും നല്ല ചൂട് കാര്യങ്ങളാണ്. അപ്പോൾ അതാലോചിച്ച് മാത്രം പോകാൻ നിന്നാൽ മതിയേ. രാവിലെയോ അല്ലെ വൈകുന്നേരമോ പോയാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 തൊട്ട് 30 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്ന കടയിലേക്ക് കയറി. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് വലിയ തിരക്ക് തോന്നിയിട്ടില്ല. ഇവിടെയുള്ള എന്ത് സാധനം നിങ്ങളെടുത്താലും മാക്സിമം പ്രൈസ് വരുന്നത് 30 രൂപയാണ്. മെയിൻലി നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. കൂടുതലായിട്ട് കിച്ചൺ വെയർ കാര്യങ്ങളായിട്ടുള്ളതുണ്ട്. കിച്ചൺ വെയർ അല്ല, കിച്ചണിലേക്കുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വാങ്ങിക്കാം.